നമസ്കാരം പ്രിയപ്പെട്ടവർ, ഞാൻ ഇടവേള റാഫിയാണ്. ഞാനിപ്പോൾ ഉള്ളത് പറശ്ശിനിക്കടവാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രനടയിലേക്കാണ് പോകുന്നത്. ഒരുപാട് കാലം കൂടിയിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. ഇക്കണ്ട കാലം അത്രയും കേരളത്തിൽ ജീവിച്ചിട്ട് പോലും എനിക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രോഗ്രാമിൻ്റെ മൈഫിൻ ടി വി, ആ മൈഫിൻ ടി വി മലയാളം ചാനലിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ കേരളയിൽ ഞങ്ങൾ അതിൻ്റെ പ്രൊമോഷൻ പ്രോഗ്രാമായിട്ട് പോവുകയാണ്. അന്നേരമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് വരാനുള്ള ഒരവസരം കിട്ടിയത്. കാണാറ് ഇരു സൈഡിലും ഭക്തിസാന്ദ്രമായ രീതിയിലുള്ള സാധനങ്ങൾ, പ്രൊഡക്റ്റുകൾ, ഇവിടുത്തെ പ്രസാദം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൗണ്ടറുകളുണ്ട്. ഒപ്പം തന്നെ ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ മുത്തപ്പൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ മുത്തപ്പൻ്റെ അവിടെ പല ആളുകളും, ലക്ഷക്കണക്കിന് ആളുകൾ നിരന്തരം വന്നു പോകുന്ന സ്ഥലമാണ്. എൻ്റെ വീഡിയോ കാണുന്ന പല ആളുകളോട് വന്നിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. നല്ല ഭക്തിസാന്ദ്രമായ രീതിയിലുള്ള സുഗന്ധങ്ങൾ, അതായത് നല്ല ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ കത്തുന്ന മണവും, ആളുകളിപ്പോൾ മണ്ഡലക്കാലം ആയതുകൊണ്ട് തന്നെ മാലയിട്ട കുറേ സ്വാമിമാരും ഒക്കെ ഇവിടെ വന്നിട്ട് മുത്തപ്പനോടെ വന്നിട്ട് അനുഗ്രഹം മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല കച്ചവടക്കാർ ഇരുഭാഗങ്ങളിലും കച്ചവടക്കാരങ്ങനെയൊക്കെ ആയിട്ട് നല്ല വൈബാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രവേശന കവാടം. മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് പോകുന്നതാണ്. ഓക്കെ, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തേക്ക് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള, മുത്തപ്പൻ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരാളാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ വിവിധ അമ്പലത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. കാരണം ചില ഭക്തരെ ഇവിടെ കിടന്നുറങ്ങുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഊണിൻ്റെ സമയമാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞതാണ് കടവ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ, പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞത് ഈ ഒരു കടവാണ് കേട്ടോ. ഓക്കെ, എന്നാൽ ഉച്ച നേരത്തെ ഷൂട്ട് ചെയ്താൽ അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് വാഷ്റൂമിലേക്ക് ഒന്ന് പോയിട്ട് വന്ന് വീണ്ടും ഞാനതിൻ്റെ വിഷയങ്ങൾ നിങ്ങൾക്ക് കാണിക്കുകയാണ്. നല്ല രസമായിട്ടുള്ള ഒരു ക്ഷേത്രാന്തരീക്ഷമാണ്. എല്ലാവർക്കും അറിയാം, പറശ്ശിനിക്കടവ് വന്ന എല്ലാവർക്കും അറിയാം. ക്ഷേത്രം കാണുമ്പോഴൊക്കെ നല്ല രസമായിട്ടുള്ള അന്തരീക്ഷമാണ് പറശ്ശിനിക്കടവ്. സൈലൻ്റായൊരു പുഴയും, പുഴ മുറിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. ബോട്ടൊക്കെ കാണാൻ കണ്ടോ? ബോട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്നല്ല, കണ്ടോ? ചെറുതായിട്ട് ബോട്ടൊക്കെ കാണാം. നല്ല രസമുള്ള ഏരിയയാണ്. എന്തായാലും ഞാൻ ഒന്ന് അകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഒന്ന് കയറിയിട്ട് കാഴ്ചകളൊന്ന് കാണട്ടെ. വെയിറ്റ്. ഇപ്പോൾ ഇതിവിടെ ആളുകളൊക്കെ ആയിട്ട് കറങ്ങുന്ന ബോട്ടാണ്. നമ്മുടെ ആലപ്പുഴയൊക്കെ ചെന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ബോട്ട് കാണുമ്പോൾ. ഇനിവേ അത് കാണാൻ വലിയൊരു പാലം. പറശ്ശിനിക്കടവിടെ സർക്കാർ സംവിധാനത്തിലുള്ള ബോട്ടുകളാണെന്ന് തോന്നുന്നു ആളുകളെ കയറ്റി കൊണ്ടത്. ബോട്ട് വരാൻ പോകാനുള്ള ബോട്ട് സർവീസ് നടത്തുന്ന ഏരിയയ്ക്കുള്ള വഴിയാണത്. എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും അതുപോലെ ആളുകൾ വരുന്ന സ്ഥലത്ത് നമുക്ക് കാണുന്നതാണ്. മിനിറ്റുകൾക്കൊക്കെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു. അവർ ഇവിടെ നിന്നിട്ട് അവരുടേതായ ജോലി, കപ്പിൾസിൻ്റെ ഫാമിലിയുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കൈ നോക്കി കൈരേഖ പറയുന്ന, ശാസ്ത്രം പറയുന്ന ആളുകൾ അതവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ശനി ഞായറൊക്കെ നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് ഇത്ര തിരക്കുള്ളൂ. രാവിലെയും വൈകിട്ടൊക്കെ നല്ല തിരക്കാണെന്നാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു അഭിപ്രായം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട ബോട്ട് ഏകദേശം കരക്കടച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് നിറച്ച് ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അത് ആളുകൾ കയറ്റി ഇവിടുത്തെ ബോട്ടാണ് പോകുന്നു. വലിയ മനസ്സുള്ള സഹായങ്ങൾ ചെയ്യുന്ന കിട്ടണമെന്നില്ല, നമ്മളെക്കൊണ്ട് അങ്ങോട്ടും. ഇത് നല്ല രസമുള്ള ഒരു ഏരിയയാണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഭക്തർ വരണം. നല്ല രസമായിട്ടുള്ള, എന്തായാലും ഞാൻ ഫസ്റ്റ് എൻ്റെ വരവാണ് മുത്തപ്പൻ്റെ ക്ഷേത്രം. ഒരുപാട് കാലമായിട്ട് പല യാത്രകളും ചെയ്യുമ്പോൾ എനിക്ക് നമ്മളറിയാലോ, കലാകൃഷി യാത്ര എന്നാണ് നമ്മളെ കണ്ടല്ലോ. യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചതാണ് പറശ്ശിനിക്കടവ് എന്ന് വരണമെന്നുള്ളത്. അതിപ്പോൾ ഇന്ന് സഫലമായി. ഒപ്പം തന്നെ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇടവേള റാഫി എന്ന് പറഞ്ഞ ചാനലിൽ മറ്റ് പ്രൊമോട്ടർമാരാരില്ല, നിങ്ങൾ തന്നെയാണ് പ്രൊമോട്ടർമാർ. ഓക്കെ, അപ്പോൾ ഇതാണ് ആയിരക്കണക്കിന് ഭക്തർക്കുള്ള ഊട്ടുപുര. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ഊട്ടുപുര.
പലതരത്തിലുള്ള പുസ്തകങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ പാട്ട് പുസ്തകങ്ങൾ, സന്ധ്യാകീർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാത്തിൻ്റെ ബുക്കുകൾ ഇവിടെയുണ്ട്. അത് വിൽക്കുന്ന ഒരാൾ ഒരു 10-70 വയസ്സുള്ള അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഷൂട്ട് ചെയ്യേണ്ട അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം പാട്ട് പുസ്തകങ്ങളുടെ കാലം. മണിച്ചേട്ടൻ്റെ പാട്ട്, നാടൻ പാട്ടിൻ്റെ പുസ്തകങ്ങൾ എല്ലാം ഇവിടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികളെ ചോറൂണിന് ഇരുത്തുന്ന കൗണ്ടറാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയുടെ മുത്തശ്ശനാണ് തോന്നുന്നു. കുട്ടിക്ക് ചോറ് ഊണ് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കേണ്ട അകത്ത്. അപ്പോൾ പ്രസാദോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പയറ് പുഴുങ്ങിയതും തേങ്ങാ കൊത്തുമാണ് ഇന്നത്തെ പ്രസാദം. അപ്പം ഇതിനോട് ചായ ഉണ്ട്, അറിയാമല്ലോ, കണ്ടു വന്നവർക്കൊക്കെ അറിയാം. എപ്പോഴും ചായ അങ്ങനെ പ്രസാദം ഇവിടെ രാവിലെ തുടങ്ങും. 7:30 മണിക്ക് തുടങ്ങി വൈകിട്ട് 8 മണി വരെ പ്രസാദം ഇട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് സന്തോഷകരമായ വീഡിയോസാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരുപാട് ഭക്തൻ സാന്ദ്രമായ രീതിയിലുള്ള സ്വാമിമാർ അതിലേക്ക് പോണവരെ വരുന്ന അറിഞ്ഞ കർണാടക സ്റ്റേറ്റുള്ളവരാണ്. എന്തായാലും ആംബുലൻസ്